പ്രിയരെ, നിങ്ങളെല്ലാവരും സുഖമായും സ്വസ്ഥമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, ഈ ആത്മീയ ലോകത്ത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഓർക്കുമ്പോൾ ഒരുപാട് വേദനയാണ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അധികം പണമുള്ള ആൾക്കാരും ഒട്ടും പണമില്ലാത്തവരുടെ അരികിലേക്ക് ജനങ്ങൾ ഓടിയെത്തുന്നുണ്ട്. എന്നാൽ ഇടനിലക്കാർക്കാണ് ആരാരുമില്ലാതെ വിഷമിക്കുന്നവർ. അവരാണ് ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുന്നത് പലപ്പോഴും. എന്നാൽ അവരാണ് ചൂഷണപ്പെടുന്നതും. പ്രിയരെ, പ്രിയ അച്ഛന്മാരെ, പ്രിയ പാസ്റ്റർമാരെ, നിങ്ങളോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്: ഈ വരുന്ന ജനങ്ങൾ ഒരിക്കൽ വന്ന് വീണ്ടും വരികയാണെങ്കിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് പരിഭവങ്ങളും പരാതികളുമായിട്ടാണോ വരാറുള്ളത്? എങ്കിൽ നിങ്ങൾ പറയുന്നത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും അങ്ങനെയുള്ള ഭവനങ്ങളിൽ അവർ പോലും അറിയാതെ ഒരു വിസിറ്റ് നടത്തുവാണെങ്കിൽ അവരുടെ വേദന എന്തെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. പ്രിയ അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരികളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയുവാനുള്ളത്: വചനം എന്തെന്ന് നിങ്ങൾ അറിയണം. വചനം യേശു തന്നെയാണ്. ജീവിക്കണമെന്ന് എങ്ങനെയെന്ന് പഠിപ്പിച്ച ഒരു യേശുനാഥനെയാണ് നമുക്കറിയുന്നത്. അതിനാൽ സത്യസന്ധമായും സ്നേഹമായിട്ടും നന്മ ചെയ്തു മാത്രമേ ലോകത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. എന്നും ഒരു ശക്തി നമ്മളെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യവും നമുക്ക് വേണം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറുകൈ അറിയരുതെന്ന് വചനം പറയുന്നത് ഇപ്പോൾ നടക്കാറുണ്ടോ? ഒന്നുമില്ലാത്തവരെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് സകലതും നടക്കുന്നത്. പ്രിയരെ, നമ്മൾ ഒന്നും ആരുടെ മുമ്പിൽ ജയിക്കാനില്ല. കർത്താവ് പറയുന്നത് പോലെ അവൻ്റെ വരവെങ്കിൽ നമ്മൾ നിഷ്കളങ്കനും കുറ്റമില്ലാത്തവരുമായിട്ട് ജീവിക്കണം ആനന്ദത്തോടെ എന്ന് ആഗ്രഹിച്ചാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാണുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാനടക്കം ആത്മീയ ലോകത്ത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവരാരും ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മനസാക്ഷിയുള്ള ഒരാൾ ദൈവികമായിട്ട് കാര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവനോ അവളോ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്റ്റേ ബ്ലെസ്ഡ്.